കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെ കേൾക്കാനുള്ള അവസരം നമുക്കില്ലാതെയാകാൻ പോകുന്ന എന്നത് യുദ്ധങ്ങളെല്ലാം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആകെ സന്തോഷത്തോടെ നല്ല പ്രത്യാശയോടെ ദൈവത്തിനും കേട്ട് ഒന്നുകൂടി ആത്മീയ ഉണർവുള്ളവരായി ജീവിക്കുവാൻ ഈ വചന കേൾവി ദൈവം നമുക്കിടയാകട്ടെ. ആരും നഷ്ടപ്പെട്ടു പോകാനോ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുവാനല്ല, പിന്നെ ദൈവരാജ്യം ചിന്തയുള്ളവരായി ദൈവരാജ്യത്തിന് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കുവാൻ ഈ വചന കേൾവി നമുക്കിടയാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഞാൻ വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. അനന്തരം ഒരു ദൂതന് അഗാധത്തിന്റെ താക്കോലും വലിയ ചങ്ങലയുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയവമായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. അടച്ചുകൊണ്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അവൻ ജാതികളെ വഞ്ചിക്കാതിരിക്കേണ്ടതിന് അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. ജാതികളെ വഞ്ചിക്കാതിരിക്കുക, അതായത് മനുഷ്യനെ സ്വാധീനിക്കുവാനും അവനെ ആയുധമായി എടുക്കുവാനും പിശാചിനൊരു പ്രത്യേക കഴിവുണ്ട്. നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവകൃപയാൽ അത് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും അതിന് രക്ഷപ്പെടാനൊക്കെ കർത്താവിന്റെ സ്തോത്രം. അത് വേദോസം നമ്മൾ പരിശോധിച്ച ദാവീദിനെ കൊണ്ട് ഇസ്രായേലിനെ എണ്ണുവാൻ തോന്നിച്ചു. ശൗലിന്മേൽ ആത്മാവ് കയറിക്കൂടി. മോശയുടെ കാലത്ത് വെള്ളം രക്തമാക്കി മണി പാമ്പാക്കി. അങ്ങനെ യേശുവിന്റെ കാലത്ത് യേശുവിനെ പരീക്ഷിക്കാനിട്ടെന്ന് പത്രോസിനെ പതിവ് പോലെ മാറ്റാൻ ചോദിച്ചു. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ സാത്താൻ തടഞ്ഞു. അങ്ങനെ ഒത്തിരി സാത്താന്റെ പ്രവർത്തനങ്ങളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ കാലത്ത് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയ ഓണത്തില് കയറിയിരിക്കുന്ന പുഴുക്കുത്തുകൾ, അത് മനുഷ്യർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അത് പച്ചക്കള്ളം മൊത്തം സാഹിത്യത്തിൽ അവതരിപ്പിച്ച് ജനഹൃദയങ്ങളെ വശീകരിച്ച് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്ന കൊച്ചുമുടുക്കന്മാരുടെ ഒരു യുഗത്തിലാണ് നമ്മളിത് ജീവിക്കുന്നത്. എന്നാൽ അതിനെതിരെ നമ്മളത് അറിയാവുന്നത് പറയാതിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ സ്തോത്രം. ഞാൻ മൃഗലോകത്തെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് പറയുന്നപ്പോൾ നന്മയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുള്ളവന് ആ വഞ്ചനയും ചതിയും മനസ്സിലാക്കി അവന്റെ ജീവിതം ക്ലിയറാക്കട്ടെ എന്നുള്ള ആഗ്രഹത പറയുന്നത്. എങ്ങനെയത് പറയാതിരിക്കുന്ന ഈ കാര്യങ്ങള് വനമൃഗങ്ങളുടെ കൂട്ടത്തിലാണ് കുറുക്കൻ. കുറുക്കൻ നല്ല കുടുംബജീവിതം ഉള്ളവനാണ്. കുറുക്കനെ പരിശോധിച്ചാൽ അവന്റെ ഭാര്യയും മക്കളെ സ്നേഹിക്കുകയും ആ മക്കളോടും ഭാര്യയോടും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കാട്ടുമൃഗങ്ങളിൽ വെച്ച കുറുക്കന് ഏറ്റവും കൂടുതലായിട്ടുണ്ട്. ആ കുറുക്കന് അങ്ങനെ ഒരു നല്ല സ്വഭാവമുള്ളവനാണ് കുറുക്കൻ. പിന്നെ മറ്റാരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ. ആ വനമേഖല കൊണ്ട് ജീവിക്കുന്നവരാണ്. വല്ലപ്പോഴും എല്ലായിടത്തും പോയിട്ടുണ്ട് കോഴിയെ പിടിക്കുന്നുള്ളതല്ലാതെ കുറുക്കനെ വേറെ ദൂഷ്യ വശങ്ങളൊന്നും കുറുക്കനില്ല. കുറുക്കൻ മാതൃകയുള്ളവനാണ്. അപ്പൊ ആ കുറുക്കനെയാണ് വനമേഖലയിലെ പെന്തക്കോസ്തയുടെ പാസ്റ്റർ വിഭാഗങ്ങളായിട്ട് ചിത്രീകരിച്ചത് കുറുക്കന്മാർ. അതിന്റെ സെൻട്രൽ പാസ്റ്റർമാരായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കടുവ. അതിന്റെ സ്റ്റേറ്റ് നേതാക്കന്മാരായിട്ട് സുമുഖത്തെയാണ് വെച്ചിരിക്കുന്നത്. സുമുഖം, കടുവ, കുറുക്കൻ, ഇങ്ങനെയാണ്. അതിന് ഈ കുറുക്കൻ പാസ്റ്റർ ഒരു ദിവസം തന്നെ ആ അതിർത്തിയിൽപ്പെട്ട ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു ആടുകുട്ടിച്ചേട്ടൻ വരിക. അപ്പൊ ആടുകുട്ടിച്ചേട്ടനോട് ചോദിച്ചു നീ മാനസാന്തരപ്പെട്ട കർത്താവിന്റെ കൽപ്പന പ്രകാരം സ്നാനപ്പെട്ടില്ലെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പോവുകയില്ല എന്നൊരു വചന ഈ കുറുക്കൻ ആടിനോട് പറഞ്ഞു. ആടിത് കേട്ടപ്പോൾ പറഞ്ഞിട്ടാ, ഞാന് അതിന്റെ സമ്മേളനം എന്റെ പിതാക്കന്മാർ എന്നെ സ്നാനപ്പെടുത്തിയതാണ്. ഇനി നിന്റെ ഒരു പുതിയ സ്നാനത്തിന്റെ ആവശ്യം എനിക്കില്ല എന്നാണ് അങ്ങോട്ട് പറയാനിടേ. തന്നെയുമല്ല, ആടൽപ്പം ദൈവത്തിനറിയാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു, യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതരൊക്കെ പോയി സർവ്വസൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തെ സ്നാനപ്പെടുത്തി സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണമെന്ന് യേശു പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ആട് കുറുക്കനെ ഒന്ന് ഓർപ്പിച്ചു. എന്നിട്ട് അവിടെ കുറുക്കൻ ആട് പറഞ്ഞത് പിള്ളേരെ സ്നാനപ്പെടുത്തണോ, സ്ത്രീകളെ സ്നാനപ്പെടുത്തണോ, ഇതെങ്ങനെ മുക്കി സ്നാനപ്പെടുത്തണോ, പൊക്കി സ്നാനപ്പെടുത്തണോ, ഇതൊന്നും അവിടെ പ്രത്യേകം പറയുന്നില്ല. സ്നാനപ്പെടുത്തണമെന്നേ പറയുള്ളൂ. ഒരു കാര്യം സ്വന്തമായിട്ട് പറയുന്നത്, സ്നാനപ്പെടുമ്പോ അത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധ നാമത്തിലായിരിക്കുന്ന സാധനം. അപ്പൊ കുഞ്ഞുങ്ങളെ മുക്കണമെന്നോ വലിയവരെ മുക്കണമെന്നോ വെള്ളത്തിലിറങ്ങി മുക്കണമെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. യോഹന്നാന്റെ സ്നാന സമയത്താണെങ്കിലും
അവിടെ യോഹന്നാൻ മുക്കി എന്നല്ല പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ വേദോസം പരിശോധിക്കുമ്പോൾ ഇപ്പൊ യാക്കോബായ കത്തോലിക്ക മുതലായ സഭകളെ ശിശുക്കളെ സ്നാനപ്പെടുത്തുമ്പോൾ ആ ശിശുസ്നാനം തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേദപുസ്തകത്തിൽ വാക്യങ്ങളില്ല. ആ ശിശുസ്നാനം ശരിയാണ് എന്ന് തെളിയിക്കാൻ വേദത്തിൽ വാക്യം. അത് സ്നാനമാണ് ശരി എന്ന് വേദം തെളിയിക്കാൻ വേദവാക്യങ്ങളില്ല. ഇനി ശിശുസ്നാനം തെറ്റാണ് എന്ന് തെളിയിക്കാനും വേദോസിലെ വാക്യങ്ങളില്ല. ഇനി പെന്തക്കോസ്ത് ബ്രദറൻ മിഷൻ മുതലായ സഭക്കാരെ അത് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിലാണ് സ്നാനപ്പെടുന്നത്. ഇനി ആ സ്നാനം ശരിയാണെന്ന് തെളിയിക്കാൻ വേദോസിലെ വാക്യമില്ല. ഇനി അത് തെറ്റാണെന്ന് തെളിയിക്കാനും വേദോസത്തിലെ വാക്യങ്ങളില്ല. വേദോസ് 66 പരിശോധിച്ചാൽ അത് വെള്ളത്തിലിറങ്ങി പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുന്നതെന്ന് തെളിവ് അവിടെയില്ല. സ്നാനം അത് കുട്ടികളെയാണ് സ്നാനം നടത്തുന്നത്, അതിന്റെ തളിച്ചാണ് സ്നാനം നടത്തുന്നത്, അതിന്റെ ഘട്ടത്തിനകത്ത് വെച്ച് സ്നാനം നടത്തിയാൽ അവിടെ പറയേണ്ടത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് ചെയ്യേണ്ടത്. അപ്പൊ പൗലോസ് പറയുന്നത് ചെങ്കടലിൽ കൂടി അതേ മരുഭൂമിയിൽ കൂടെയാണ് അവർ സ്നാനപ്പെടുന്നത്. നമ്മുടെ ഇതാക്കന്മാരെ മേഘത്തിലും സമുദ്രത്തിലും സ്നാനം പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ അത് എവിടെ ഇപ്പൊ 3000 പേര് പെന്തക്കോസ്താളിൽ സ്നാനപ്പെട്ടു. അവരെ ആരാണ് സ്നാനപ്പെടുത്തിയത്? ഏത് കടവിങ്ങിയാ സ്നാനപ്പെടുത്തത്? അവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നതിന് കൃത്യമായ ലിസ്റ്റ് നമുക്കില്ല. കോടതിലോസന്റെ പോലെ സ്നാനപ്പെട്ടു. ഏതാണ് കടവ്? ആരാണ് സ്നാനപ്പെടുത്തിയത്? എവിടെയാണ് സ്നാനപ്പെടുത്തിയത്? അവിടെ ഏത് നാമാണ് പറയുന്നത്? അതൊന്നും കൃത്യമായ രേഖയില്ല. അപ്പോ വേദോസം നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് സമുദായക്കാർ നടത്തുന്ന സ്നാനം തെറ്റാണെന്നോ ഇനി ശരിയാണെന്നോ തെളിയിക്കാൻ ഈ വേദോസിൽ വാക്യങ്ങളില്ല. 2, ഇനി പ്രൊട്ടസ്റ്റന്റുകാര് വേർപെട്ടുകാർ നടത്തുന്ന സ്നാനം അതും തെറ്റാണ്, അത് ശരിയാണ് എന്ന് തെളിയിക്കാൻ വേദവാക്യങ്ങളില്ല. ആ സഭക്കാര് തീരുമാനിച്ചതനുസരിച്ച് സ്നാനപ്പെടുത്തി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറുക്കൻ പാസ്റ്ററെ സ്നാനം എന്ന വിഷയമായിട്ട് എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞപ്പോ കുറുക്കൻ പാസ്റ്റർ പറഞ്ഞു, അയ്യോ മർക്കോസിന്റെ വിശേഷത്തില് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കാൻ സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നതല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു യേശുക്രിസ്തു ഒരു ക്രിസ്ത്യാനി പോലും ഭൂമിയിൽ ഇല്ലാതിരുന്ന കാലത്ത് അത് പറയുന്നത്. ജാതികളുടെ സകല ജാതികളോടും സകല സൃഷ്ടികളോടും ചോദിച്ചാട്ടും പറഞ്ഞിട്ട് അവർ കേട്ടര് അത് വിശ്വസിക്കുന്നു എന്നുള്ളത് അത് തെളിവാണ് സ്നാനപ്പെടുക എന്നുള്ളത്. അത് പറഞ്ഞാതിലോ അങ്ങനെ സ്നാനപ്പെട്ട് വന്ന കുടുംബത്തിൽ നിന്ന് വീണ്ടും മുക്കണമെന്ന് ഒരു സ്ഥലത്തും വാക്യമില്ല. ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ക്രിസ്ത്യാനിയായി വളർന്നു വരുന്ന ഒരുവനെ വീണ്ടും വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കണമെന്ന് വേദോസത്തിലെങ്ങും ഇല്ല. കർത്താവിന് സ്തോത്രം. കാരണം കൊച്ചിനെ സ്നാനപ്പെടുത്തിയിട്ട് അവര് ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് വളർന്നു വരുന്നു. അവര് ബൈബിള് വായിക്കുന്നു, അവര് പ്രാർത്ഥന സഹകരിക്കുന്നു, ആരാധനയ്ക്ക് പോകുന്നു. അങ്ങനെ വളർന്നു വരുന്ന ഒരാളെ വീണ്ടും സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനി ആക്കണമെന്ന് വേദോത്സവത്തിൽ ഇല്ല. അപ്പോ വേദോത്സവത്തിൽ സ്നാനത്തെ പറ്റി കൃത്യമായ ഉപദേശം നമുക്ക് തരുന്നില്ല. എന്ന് വെച്ചാൽ ഒരാള് വെള്ളത്തിലിറങ്ങി, ഒരു പാസ് വെള്ളത്തിലിറങ്ങി, അതെ മറ്റു സ്നാനപ്പെടാനാണ് വെള്ളത്തിലിറങ്ങി എന്നുള്ളത് എത്യോപ്യ രാജ്യത്തിലെ ഷണ്ണനും പീലിപ്പോസ് ഇറങ്ങുന്ന അവിടെ മുക്കുകയാണോ ചെയ്ത് തളിക്കുകയാണോ ചെയ്ത് എന്ത് നാമമാണ് പറഞ്ഞത് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സ്നാനത്തെ പറ്റി നമുക്ക് കൃത്യമായൊരു ചിത്രം വേദപുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാ സഭക്കാരും ചെയ്യുന്ന ആ സഭക്കാരുടെ തീരുമാനം അതിനെ തെറ്റാണെന്ന് പറയുവാനോ ശരിയാണെന്ന് പറയുവാനോ വേദോസല വാക്യങ്ങൾ, മറിച്ച് യേശുനാമത്തിൽ സ്നാനപ്പെടുന്നത് 100% തെറ്റാണ്. അങ്ങനെ ഒരു സ്നാനമില്ല. അത് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരമായിരിക്കണം സ്നാനം. കാരണം വേദത്തിൽ ഇതെല്ലാം പറയും യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന് വേദത്തിൽ അനേക വാക്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അന്നേരം നമ്മൾ ഓർക്കണം, അതെ കർത്താവ് തിരുവേശപ്പൻ അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ അവർ വീടുകളിൽ അപ്പം നുറുക്കി. അവിടെ വീഞ്ഞിന്റെ കാര്യം പറയുന്നില്ല. അപ്പൊ വീഞ്ഞിന്റെ കാര്യം പറയുന്നില്ല എന്ന് അത് വീഞ്ഞില്ലാതെ വരികയില്ലല്ലോ. അപ്പം നുറുക്കാൻ കൂടി വരിക നമ്മുടെ കർത്താവ് തിരുവേശം വീഞ്ഞ് എവിടെയുണ്ട്. അപ്പൊ അതുപോലെ യേശുവിനെ സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടില്ല, അത് തെറ്റാണ്. എന്നാൽ ഏതാണ് സ്നാനം എന്ന് തെളിയിക്കുക നമുക്ക് വേദത്തിൽ വാക്യമില്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ എതിർക്കാതിരിക്കുന്നതാണ് നല്ലത്. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ കർത്താവായ യേശു പറഞ്ഞു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറഞ്ഞാൽ ഈ ലോകത്തുനിന്ന് ഇനി പ്രായമായി മുങ്ങണമെന്ന് പറഞ്ഞാൽ നോക്കണമേ, അവൻ സ്നാനപ്പെട്ട ഒരു വിഭാഗം, സ്നാനപ്പെടാറായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ സ്നാനപ്പെടാറായ ഒരു വിഭാഗം, പിന്നെ സ്നാനപ്പെടാത്തൊരു വിഭാഗം. ആ കുടുംബം 2 or 3 ഗ്രൂപ്പായിട്ട് മാറും. ഇനിയല്ല, അത് ആ സഭയുടെ തീരുമാനം സ്നാനപ്പെട്ടു പോകുന്നത് 100% ശരി തന്നെയാണ്, ഒരു തെറ്റുമില്ല. അങ്ങനെ ആ ഗോളത്തെ, അത് സ്നാനം എന്ന് പറയുന്ന അത് പറഞ്ഞാണ് മനുഷ്യനെ എന്ത് ചെയ്യുന്നത്,
തട്ടിച്ച് മുതലെടുക്കുന്ന കർത്താവ് നന്ദിയോടെ സ്തോത്രം. അപ്പൊ അടുത്തവർ പറയും സ്നാനം ഏറ്റെങ്കിലേ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുള്ളൂ. പൗലോസ് പറഞ്ഞു കർത്താവായ യേശുവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുന്നതിനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പൗലോസിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചു കഴിയുമ്പോൾ, അത് 100% ഉറപ്പായി അംഗീകരിച്ചു കഴിയുമ്പോൾ അവന് പരിശുദ്ധാത്മാവ് വരും. അത് അന്യഭാഷയുള്ള അതിന്റെ ഇടയാളം. അപ്പൊ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന ചൂടാവാല, കവടലവാല, ചമ്പടവാല എന്നൊക്കെ പറഞ്ഞാൽ അത് അന്യഭാഷയല്ല. അത് അവൻ പഠിച്ചിട്ട് മറ്റുള്ളവരെ പറ്റിക്കുവാൻ പറയുന്ന ഭാഷയാണത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമല്ലാത്ത ഭാഷ സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് തരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് തരികയുള്ളൂ. കാരണം ഒരു ഹിന്ദിക്കാരനും മലയാളിയും കൂടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഹിന്ദിക്കാരന് മലയാളത്തിൽ പ്രാർത്ഥിക്കേണ്ട കൃപ കൊടുക്കാം, അല്ലെങ്കിൽ മലയാളിക്ക് ഹിന്ദി പ്രാർത്ഥിക്കേണ്ട കൃപ കൊടുക്കാം. അവരെല്ലാവരും ഒരുമിച്ച് ഒരേ പാട്ട് ദൈവത്തെ സ്തുതിക്കാം. അല്ലാതെ ഇന്ന് പറയുന്ന ചുടലപാല, കവടലപാല, ചമ്പടപാല എന്നും പറഞ്ഞ് മൂർഖൻ പാമ്പിന്റെ വിഷം ഇറങ്ങും, അതിറങ്ങും, ഇതറങ്ങും, ഈ പാവങ്ങളെ പറ്റിച്ച് ഈ തക്കന്മാരായ കുറുക്കന്മാരുടെ പോക്കറ്റ് നിറച്ച് അവർ നല്ല സുഖിമാന്മാരായി ജീവിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കുറുക്കൻ ഭാഷയെ സ്നാനം പറഞ്ഞ ദൈവത്തിന്റെ ഓർത്ത് ഇഞ്ഞോട് വരണ്ട എന്ന് അതെ കുറുക്കനോട് പറയുവാനിടയായി. കർത്താവ് നന്ദിയോടെ സ്തോത്രം. ജീവല്ല പെന്തക്കോസ്തുകാരുടെ വലിയൊരു പരിപാടിയല്ല. ദൈവത്തെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഏത് വിഷയം പരിഹരിക്കപ്പെടും, ഏത് രോഗവും മാറും, അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഇപ്പോൾ നമ്മളൊരു അന്വേഷണം നടത്തി കഴിയുമ്പോൾ ഈ കള്ളന്മാരുടെ കള്ളത്തനം തെളിഞ്ഞു വരുന്നത് ഈ ഞാൻ പറയാം. തലോർപ്പപ്പിന് സ്ഥലത്ത് നീർക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ പെന്തക്കോസ്തുകാരുടെ പ്രസംഗം കേട്ട് സഹനപ്പെട്ട് തൻ്റെ പറമ്പിൽ നിന്ന് 10 സെന്റ് സ്ഥലവും കൊടുത്തു, നല്ലൊരു ആലയവും വെച്ചു കൊടുത്തു. വരുന്ന ഭാഷമാർക്ക് ചാപ്പാടും കൊടുത്ത് അങ്ങനെ തന്റെ ചുറ്റുപാടുകാരെല്ലാം പെന്തക്കോസ്തുകാരായി കേട്ടോ. എന്നാൽ ആ മനുഷ്യന്റെ ഒരു മകന് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. ആ മകൻ സ്റ്റേറ്റ് ബാങ്ക് ജോലി, ഭാര്യ ഒരു കൊച്ച്. അവൻ വണ്ടി ഇടിച്ച് ചത്തുപോയി. സ്റ്റേറ്റ് ബാങ്കിൽ ജോലി മകൻ വണ്ടി ഇടിച്ച് ചത്തപ്പോൾ യൗവനക്കാരത്തിയായ ഭാര്യ വിധവയായി, ആ കൊച്ചനാഥനായി. മാതാപിതാക്കന്മാർക്ക് അതേ ദുഃഖം എന്തായിരിക്കും? തീരാ ദുഃഖം. ഒരു കാരണവശാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഇടമുണ്ടോ? പെണ്ണിനുണ്ടോ? ആ കുഞ്ഞിനുണ്ടോ? അപ്പനുണ്ടോ? അമ്മയ്ക്കുണ്ടോ? പെന്തക്കോസ്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി 10 സെന്റ് സ്ഥലം കൊടുത്തതാണ്. അതിന് ആലയം പണിത് കൊടുത്തതാണ്. അനേക ഭാഷന്മാരോട് ചൂടാവാല, കവടലവാല, ശമ്പടവാല എന്നൊക്കെ പറഞ്ഞതാണ്. അതിന് പൈസ കൊടുത്തതാണ്. എന്താ പ്രയോജനം? അവരിന്ന് നിരാശയിൽ കഴിയുക. തിരുവാകുളം ഭാഗത്തൊരു മാസ്റ്റർ അത് പെന്തക്കോസ്ത് വിശ്വാസത്തിന് വന്നിട്ട് 10 സെന്റ് സ്ഥലവും കൊടുത്ത് ഒരു പ്രാർത്ഥനാലയവും പണിത് ശവക്കോട്ടയും മേടിച്ചു കൊടുത്തു. ആ മാസ്റ്റർ കിഡ്നി തകർന്നു പോയിട്ട് 10-12 കൊല്ലം അത് ഡയാലിസ് ചെയ്ത് ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ഡയാലിസ് ചെയ്ത് വളരെ ദയനീയ അവസ്ഥയിൽ ആ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ തളർന്നു പോയിട്ട് ഇങ്ങനെ മലന്നു കിടക്കും. ആ മൂക്കിൽ കൂടിയാണ് വർഷങ്ങളോളം ആഹാരം കൊടുത്താണ് അവരുടെ അവസ്ഥ വന്നത്. പിന്നെ ആ കുടുംബത്തിന്റെ മറ്റവസ്ഥ നമ്മൾ പറയുള്ളവര് ആ പെന്തക്കോസ്തുകാരന് 10 സെന്റ് സ്ഥലം കൊടുത്തതാ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആരെയും പണിത് കൊടുത്തതാ, ചവക്കോട്ട കൊടുത്തതാ. പക്ഷേ ചൂടാവാനെയും കവടലവാനെയൊക്കെ അവിടെ വന്നു എല്ലാവരും പറഞ്ഞെങ്കിലും കിഡ്നി തിരിച്ചു കിട്ടിയില്ല കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. അതെ, പെരുമ്പാവൂര് ഈ പെന്തക്കോസ്തുകാരന് സ്ഥലവും കൊടുത്തു, ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത ഒരു മനുഷ്യന്റെ ഭാര്യ ഇന്ന് അവരെ തളർന്നു കിടക്കുക. തന്നെ ഒന്ന് ഇടിച്ചു നിൽക്കാൻ ആ പാവത്തിന് കഴിയുകയില്ല. തന്നെ അതിന് ബാത്റൂമിൽ പോകാനും കുളിക്കാനും എല്ലാം അതിനെ മറ്റൊരാളെ പിടിച്ചുകൊണ്ട് പോകണം. അതിനെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ നിർത്തിയിരിക്കുന്നു. ആ പാവപ്പെട്ട സഹോദരിയുടെ വേദന എന്തായിരിക്കും? അതെ, അതിനെ നടക്കാൻ പാടില്ല, എണിച്ചിരിക്കാൻ പാടില്ല, കക്കൂസി പോകാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കിടക്കാം. അവിടെ സ്ഥലവും കൊടുത്തു. അവിടെ വലിയൊരു പെന്തക്കോസ്താളും വന്നിട്ട് ഇന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന പെന്തക്കോസ്തുകാരൻ കുറുക്കന് 1,00,000 രൂപ മാസം കിട്ടും. 1,00,000 രൂപ. ഈ 1,00,000 രൂപയും കണ്ട് ഇവൻ സുഖമായിട്ട് ജീവിക്കുന്നു. നേതാക്കന്മാരെ കണ്ടുകാഴ്ചകൾ കൊടുക്കുന്നു. അതിന്റെ പുറമെ അനേക പ്രവാചകന്മാരെ, കള്ളപ്രവാചന്മാരെ കൊണ്ടുവന്ന് പ്രവചിക്കുന്നു. അവർ ചാക്യാരൂത്തും ഭാരതം നടന്നു ചൂടാവാല, കവടലവാല, ശമ്പടവാല എന്ന് പറഞ്ഞ് ഇനി ബഹളം ഉണ്ടാക്കുന്നു. പക്ഷെ ഈ പാവപ്പെട്ട സഹോദരി സ്ഥലം കൊടുത്ത ദൈവദാസന്റെ സഹോദരി അങ്ങനെ തളർന്നു കിടക്കുക. അതിനെല്ലാം സ്ഥലം കൊടുത്തവന്റെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അതിന് മരുന്നും കഴിച്ചുകൊണ്ട് ജീവിക്കുക. ആ മക്കൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് നല്ലൊരു വികത ഇപ്പോഴും മാസം ഈ കള്ളക്കുറുക്കന്മാർ തിന്നോണ്ടിരിക്കുക. പാവങ്ങൾക്കറിയാവോ ഞങ്ങൾ ചതി പറ്റിയതാണെന്നുള്ള വിവരം, ഞങ്ങളെ വഞ്ചിച്ചതാണ്. അവിടെ ആ സ്ഥലം കൊടുത്തപ്പോ ആ മനുഷ്യന്റെ ആ സ്ഥലത്ത് പ്രാർത്ഥനാലയം പണിയുവാനായിട്ട് അയൽവക്കത്ത് ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ വന്നിട്ട് ആ മനുഷ്യൻ രാവും പകലും മണ്ണും കല്ലും ചോന്ന് വളരെ കഷ്ടപ്പെട്ടാണ് പ്രാർത്ഥനാലയം ബുക്ക് ചെയ്യുന്നത്.
ആ മനുഷ്യന്റെ ഒടിയിൽ വന്നപ്പോൾ അദ്ദേഹം തളർന്നു പോയിട്ട് മൂക്കിക്കിടെയാണ് അതിന് ആഹാരം കൊടുത്ത് മാസങ്ങളോളം കിടന്നത്. ആ മനുഷ്യന്റെ മക്കള് നല്ല ഒരു അപ്പത്തിനെ സ്നേഹിക്കുന്നവരും ആയതുകൊണ്ട് ആ അപ്പച്ചൻ വളരെ സന്തോഷവാനായി ആ അവസ്ഥയിലും മരിക്കുവാനിടയായി. അവിടെ ചൂടാവാനും കവടവാനും ശമ്പടവാനും ഒക്കെ പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും കിട്ടിയില്ല. പ്രിയമുള്ളവരെ, തട്ടിപ്പിന്യാസന്മാര് നെല്ലാട്ട് ഒരു കുടുംബ വിശ്വാസത്തിൽ വന്നവരോ 10 സെന്റ് സ്ഥലം 10 സെന്റ് സ്ഥലം കൊടുത്തു. ആ ഭവനത്തിന്റെ 3 ആൺപിള്ളേരുടെ 2 പേര് അജ്ഞാത രോഗം വന്ന് മരിച്ചുപോയി. നോക്കണം, ഇവന്മാരുടെ ചൂടാപാല പറഞ്ഞ അവിടെ കിട്ടിയില്ല. അജ്ഞാത രോഗം വന്ന് മരിച്ചുപോയി. ആ മനുഷ്യന് യൗവനകാലത്ത് മരിച്ചുപോയി. ആ സ്ത്രീ വിധവിയായി. ആ കുഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കുകയും അവ സ്ഥലം കൊടുത്തതിന്റെ ഫലമായി ആ ഭവനത്തിന്റെ അനുഭവം തീരാ ദുഃഖത്തിൽ അവരും കിടക്കുക. കാരണം കുടുംബനാഥൻ മരിച്ചുപോയി, 2 ആൺപിള്ളേർ അജ്ഞാത രോഗം വന്ന് മരിച്ചുപോയി. ഇപ്പൊ സ്ത്രീയും ആ മകനുമായിട്ട് അവരങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ ദുഃഖം എന്തായിരിക്കും? മൂന്നാമതായിട്ട് കടക്കനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പെന്തക്കോസ്ത് സഭയ്ക്ക് 10 സെന്റ് സ്ഥലം കൊടുത്തൊരു മനുഷ്യന്റെ ഒരു മകള് വണ്ടി ഇടിച്ചു മരിച്ചു. ആ മകളുടെ 2 പിള്ളേർ അനാഥരായി പോയി. ആ കുടുംബത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കിക്ക്. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അത് എളുപ്പുറം എന്നൊരു സ്ഥലത്ത് ഒരു കർത്താവിന് 10 സെന്റ് സ്ഥലം കൊടുത്തു. 1 ഏക്കർ സ്ഥലത്ത് 10 സെന്റ് സ്ഥലം കൊടുത്തു. ആ 10 സെന്റ് സ്ഥലത്ത് ആലയം പണിതു. വലിയ ശക്തിയായ ആരാധന. സഭ ഗ്രൂപ്പ് രണ്ടായി കഴിഞ്ഞപ്പോൾ സ്ഥലം കൊടുത്ത മനുഷ്യന്റെ കൂടെ കൂടാൻ ആരുമില്ല. അയാൾ ഒറ്റപ്പെട്ടു പോയി. പണ്ട് അയാൾ തീരുമാനിച്ചെന്നാൽ ഇവിടുന്ന് വിറ്റേച്ച് പോയേക്കാമെന്ന് വിചാരിച്ച് അയാൾ ആ സ്ഥലം വിറ്റു. 90 സെന്റ്. ആ സ്ഥലം 10 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് ആ സ്ഥലം തീർന്നു കൊടുക്കുമ്പോൾ 1 കോടി രൂപയിൽ മേലെ ആ പ്രദേശത്ത് വില വന്നു. ഒരു കമ്പനി വരുവാനും ആ സ്ഥലത്ത് വില കൂടുകയാണേ. ഈ പാവം ഈ 10 ലക്ഷം രൂപ കൊണ്ട് പാലക്കാട്ട് എങ്ങാണ്ട് പോയൊരു സ്ഥലം മേടിച്ച് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നു. തിരിച്ചു നോക്കിക്കേ, കോലഞ്ചേരിയുടെ അടുത്ത് 10 സെന്റ് സ്ഥലം കൊടുത്തു വരുന്നത്. ആ മനുഷ്യന്റെ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് എത്തുമ്പോൾ ആ മനുഷ്യന്റെ ഭാര്യ കെന്റി ചാടി കിടക്കുക ആത്മഹത്യ ചെയ്യാനായിട്ട്. പിന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് മാസങ്ങളോളം വർഷങ്ങളോളം ദയനീയമായ അവസ്ഥ കിടന്നാണ് ആ ഭാര്യ മരിച്ചത്. ആ സ്ഥലം കൊടുത്തവന്റെ ഒരു മകൻ വണ്ടി ഇടിച്ച് മരിക്കുവാനിടയായി. വണ്ടി ഇടിച്ചു ചത്തു. ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? ഈ ചൂടാപാലക്കാർ വന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം. അവരൊക്കെ ഇന്നും നിത്യനിരാശയിൽ ആ വേദന അവരുടെ ഹൃദയത്തിൽ മാറാതെ, എന്നാൽ ഈ കള്ളച്ചതി മനസ്സിലാക്കാതെ ഇന്നും തെക്കെന്ന് വരുന്ന ഈ കുറുക്കന്മാർക്ക് അവർ പൈസ കൊടുത്തോണ്ടിരിക്കുക. കുറുക്കന്മാർ വന്നല്ല മാന്യമായിട്ട് ചൂടാപാല കവടപാല ശമ്പടപാലം ഒക്കെ പറഞ്ഞ് അവരെ സുഖമായി അവർ ജീവിക്കുന്നു. ഒരു കുഴപ്പം അവർക്കില്ല. കാട്ടുകള്ളന്മാരല്ലേ അവര്. എന്നാൽ ഈ അനീതി ഈ സ്ഥലം കൊടുത്ത എല്ലാ കുടുംബങ്ങളും ഇന്ന് നിത്യനിരാശയിലും അവര് ദുഃഖത്തിലുമാണ്. ഇനി ഞാൻ വേറെ പറയാം. ഞാൻ ഏറെക്കുറെ ഈ 1 പറ അരി 10 കിലോ അരി അടപ്പത്തിട്ട് വേവിച്ചാൽ 1 അരി നേക്കിയ വികവറിയാലോ. അപ്പൊ സ്ഥലം കൊടുത്തവരുടെ അനുഭവം ഞാനിത് പറഞ്ഞു കേട്ടോ. അതിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഈ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പെന്തക്കോസ്ത് പാസ്റ്റർമാർ കയറി പറയുമ്പോ എന്റെ കുറുക്കൻ പാസ്റ്ററെ വെറുതെ നമ്മളെ കളിയാക്കാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഈ ചതിയിൽ നിന്ന് ഞങ്ങളുടെ വീടില്ല എന്ന് പറഞ്ഞ ആട്ടുപറ്റം പറയുവാനിടയായ കർത്താവിന് സ്തോത്രം. തന്നെയല്ല, ഞായറാഴ്ച യൂട്യൂബ് നോക്കിയ ഞായറാഴ്ച സഭകളിലെ കൂട്ടം തിരിഞ്ഞ അടിയാണ്. 2 കൂട്ടക്കാരും അടി. എല്ലാ പെന്തക്കോസ്ത് സഭകളിലും ഞായറാഴ്ച ഇപ്പൊ അടിയോടുകൂടിയാ പിരിഞ്ഞു പോകുന്നത്. 2 ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അടിച്ചു പിരിയുന്ന സ്ഥലമായിട്ട് പെന്തക്കോസ്ത് സഭകൾ മാറിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വായിക്കാൻ നിങ്ങളത് ഓർക്കണമേ. ജാതികളെ വഞ്ചിക്കാതിരിക്കുക. അതിന് പിശാചിനെ പൂട്ടിയിട്ട് കർത്താവ് തന്നെ 1000 ആണ്ട് ഭരണത്തിൽ അതെ പിശാചിനെ പൂട്ടിയിട്ടിട്ടാണ് ദൈവരാജ്യം കർത്താവിന്റെ 1000 ആണ്ട് ഭരണം ഇവിടെ വരുന്നത്. കാരണം അത്ര തന്ത്രശാലിയായ പിശാചിനെ പൂട്ടിയിട്ടില്ലെങ്കിൽ അവനെ ജയിച്ചു കയറാൻ പറ്റും. ഇന്ന് പാസ്റ്റർമാർ എന്നുള്ള വേഷത്തില്, പ്രവാചകന്മാർ എന്ന വേഷത്തില്, കൃപാവര പ്രാപ്തി എന്ന വേഷത്തില് ജനങ്ങളെ വഞ്ചിച്ച് കോടീശ്വരന്മാരായിരിക്കുന്ന എത്രയോ പാസ്റ്റർമാരാണ്. പെട്ടിക്കട തുടങ്ങുന്ന പോലെ പെന്തക്കോസ്ത് സഭ തുടങ്ങി അവര് പോക്കറ്റ് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ സഭകളിൽ ഇടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോടതികളിലേക്ക് പരിശോധിച്ച മറ്റെല്ലാ സഭകളേക്കാൾ കൂടുതൽ പെന്തക്കോസ്ത് സഭകളുടെ കേസുകൾക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ വരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഡ്വക്കേറ്റുമാർക്കും വക്കീൽമാർക്കൊക്കെ നല്ല കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അത്രമാത്രം ആ ഗോളം അതപ്പതിച്ചു പോകുവാനിടയായി. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. സത്യസന്ധമായ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ആദ്യ പിതാക്കന്മാര് അവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തെരുവിൽ നിന്ന് പ്രസംഗിച്ച് വീടുകൾ കയറി ഇറങ്ങി ദഗിരയെ കൊടുത്ത് അന്നത്തെ സഭാന്തരീക്ഷത്തിന് അനുഗ്രഹമായിരുന്നു. അന്നത്തെ സഭാന്തരത്തിൽ രോഗസൗഖ്യം പ്രാപിച്ചു. അവർ പരിശുദ്ധാത്മാർ ധന്യമായിട്ട് സംസാരിച്ചു. ആ സഭായോഗങ്ങൾ സ്വർഗമായിരുന്നു. ആ പ്രത്യാശാ കാലങ്ങളെ
അതെ, ഇന്ന് മുതലാക്കിക്കൊണ്ട് യവന്മാര് നടത്തുന്ന ഈ കൂത്തുകാഴ്ചകളിലും ഈ തട്ടുപേറ്റുകളിലും പോയി നമ്മുടെ ജീവിതം പാടാക്കി കളയരുത്. തെക്കൻ പ്രദേശത്തുള്ള കുറുക്കന്മാർക്ക് സംസാരിക്കാൻ വാസന കൊടുക്കട്ടോ. അവര് നമ്മളെ അടിമകളാക്കി എടുക്കുകയാണ്. അവള് നമ്മൾ പണിത് കൊടുക്കണം, സ്ഥലം നമ്മൾ കൊടുക്കണം, സൗകോട്ട് നമ്മൾ കൊടുക്കണം, അവന് ചെലവിനും കൊടുക്കണം. നമ്മൾ അവന്റെ അടിമയാവും, പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിച്ചപ്പോ ഇന്ത്യയിൽ ആദായങ്ങളെല്ലാം അവർ കൊണ്ടുപോകുന്നു, ഇന്ത്യക്കാരന്റെ അധ്വാനം കൊണ്ടുവന്നു. പക്ഷെ എന്നും ഇന്ത്യക്കാരൻ ബ്രിട്ടന്റെ അടിമയായിരുന്നത് പോലെ തെക്കൻ തിരുവിതാംകൂറിലെ കുറുക്കന്മാരുടെ അടിമകളായി ജീവിതം നശിപ്പിച്ച് നരകത്തിലേക്ക് പോകരുത്. പ്രിയമുള്ളവരെ, ഈ സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ എന്ന് ഓർപ്പിച്ച. അപ്പൊ കുറുക്കന്മാരുടെ ആളുകൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ മൊയല് കയറി വരുവാനിടയായി. മൊയല് പറഞ്ഞു, എന്റെ ആടിയേട്ടാ, ഈ കുറുക്കന്റെ ചതിയിൽ വഞ്ചിച്ചു പോകരുത് കേട്ടോ. അതിന്റെ കാരണം ഞാൻ ഈ പെന്തക്കോസിൽ വന്നു, എന്റെ പിള്ളേര് കല്യാണം കഴിക്കാൻ പ്രായമായപ്പോ എന്റെ ആടിയേട്ടാ ഞാൻ തൊലഞ്ഞു പോയി. ഞങ്ങളുടെ ആ മൊയലോർക്ക് വന്ന് ഞങ്ങളുടെ പിള്ളേരെ കണ്ട് കെട്ടിക്കയില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറ്റി? അയ്യോ, പിന്നെ ഈ കഴുതയുടെയും ഈ കാട്ടുപാക്കാന്റെയും ഈ പൂച്ചയുടെ ഒക്കെ വീടുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഫലമായി എന്റെ വീട് ഒരു സമ്മിശ്ര ജാതിയുടെ വീടായി പോയി. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അബദ്ധം വരുന്നിട്ടൊന്ന് മൊയല് പറയുവാനിടയായി കേട്ടോ. അവന്റെ സ്തോത്രം. അപ്പൊ അങ്ങനെ തട്ടിപ്പുകളുടെ ഒരു ഗോളമായി മാറി. ഞാൻ പറയുന്നത് വിശ്വാസ ഗോളത്തിൽ നമ്മൾ ബലഹീനരാകാനല്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം വിശ്വാസ ജീവിതങ്ങൾ ദൈവത്തിന്റെ മക്കളെ നമ്മളുടെ പ്രത്യാശയുള്ളവരായിരിക്കണം. അതിൽ നടക്കുന്ന കള്ളത്തരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ വിശ്വാസത്തിൽ പുറകോട്ടല്ല, ഇന്ന് നല്ല തീഷ്ണതയോടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പരസ്യയോഗം നടത്താൻ പോകും. വെള്ളിയാഴ്ച ഉപവാസം, ഞായറാഴ്ച കർത്തൃമേശയോടുകൂടി ആരാധന. 50 കൊല്ലം മുമ്പ് പെന്തക്കോസ്തിൽ IPC എങ്ങനെ ദൈവത്തെ ആരാധിച്ചോ അതുപോലുള്ള ആരാധന വടക്കമ്പറൂർ IPC സഭയിലുണ്ട്. കർത്താവ് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ എന്റെ വചനത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ വിശ്വാസം പറഞ്ഞ അല്പം പോലും പുറകോട്ട് പോകാൻ ഞാനൊരു പിന്മാറ്റക്കാരൻ ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല. ഈ ആത്മീയ ഗോളത്തില് ഈ കള്ളത്തരം പറയാൻ അനേകർക്ക് ധൈര്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി കളയും. തെക്കര കുറുക്കന്മാർ അവർ ഒറ്റപ്പെടുത്തി കളഞ്ഞിട്ട് പുറത്തു കളയും. അതുകൊണ്ട് ഇതൊന്നും മിണ്ടാൻ ആർക്കും ധൈര്യമില്ല. അവരോട് ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ്. അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ അവരുടെ പിള്ളേരുടെ കല്യാണത്തിന് അല്ലെങ്കിൽ മരണാനന്തര കാര്യങ്ങൾക്കെല്ലാം ഇവരെ ഉടുക്കും. അപ്പൊ അതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് പാവങ്ങള് മിണ്ടാതെ ഇവര് കുഞ്ഞാടിനെ പോലെ അടിമയായി ഇരുന്ന് അവരുടെ അധ്വാനം ഈ കുറുക്കന്മാർക്ക് കൊടുത്ത് കുറുക്കന്മാരെ ഇങ്ങനെ തീറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. സഹോദരന്മാരെ ചതിപ്പറ്റരുതട്ടോ. യേശുക്രിസ്തുവിന്റെ വചനം സത്യം 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 തന്നെയാണ്. ബൈബിൾ സത്യം സത്യം തന്നെയാണ്. അതിനകത്ത് യാതൊമില്ല. അതെ, നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ കൽപ്പനുസരിച്ച് ദൈവസന്നിധി കടന്നു വന്നെങ്കിൽ കാകളം ധരിക്കുമ്പോൾ നമ്മൾ ഉയർന്നു പോകും. സ്വർഗരാജ്യത്തിൽ നമുക്കല്ല പ്രതിഫലം കിട്ടും. ആ പ്രത്യാശ നാടിനെ ഓർത്തുകൊണ്ട് ദൈവരാജ്യചിന്തയോടെ നല്ല ശക്തന്മാരായി ജീവിക്കുവാൻ ഈ വചനകേന്ദ്രക്കിടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.